3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിനാണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകാൻ. കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുമ്പോൾ ജിൽസി കേന്ദ്ര കമ്മിറ്റിക്ക് കേരളത്തിലെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. കേന്ദ്ര കമ്മിറ്റി 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ബംഗാൾ അടക്കം. അപ്പൊ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു നയസമീപനം, നയരേഖ എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിക്കൊപ്പം കോൺഗ്രസിനൊപ്പം തന്നെ ചേർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാടണമോ മത്സരിക്കണമോ എന്ന കാര്യമൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട യോഗത്തിലേക്ക് കൂടി ഇന്ന് കടക്കും. അപ്പോ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിബി, അപ്പോൾ വളരെ നിർണായകമായ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നു. ഏറ്റവും പ്രധാനം, ഈ ഇന്ത്യ സഖ്യവുമായി സഹകരിച്ചുകൊണ്ടാണ് നിലവിൽ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് ബാധകമല്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നൽകിക്കൊണ്ടുവരുന്ന പിന്തുണ അതേ രീതിയിൽ നൽകണോ, കോൺഗ്രസുമായി സഹകരണം വേണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു തീരുമാനം ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിന് വിശേഷാൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം തീരുമാനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്ന് അറിയുന്നു. എപ്പോഴാണ് കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങുക? മറ്റു പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയായിരിക്കും? ജിൽസി, ഇന്ന് രാവിലെ 10:30 കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കുക. ഇന്ന് വിളപ്പിൽശാല EMS അക്കാദമിയിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം തുടക്കമാകുക. 3 ദിവസം, ഞായറാഴ്ച വരെ 3 ദിവസമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ ഈ ഒരുക്കങ്ങൾ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട അജണ്ട. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും അസം, ബംഗാൾ, പുതുച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അത് കേരളം ഒഴികെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായുള്ള സഹകരണം, ഇന്ത്യ സഖ്യം എന്ന നിലയിൽ കോൺഗ്രസുമായുള്ള സഹകരണം എത്രത്തോളം വേണമെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഒരു 3 ദിവസത്തെ ഈ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കേരളത്തിലെ നമുക്കറിയാം, ഈ 5 സംസ്ഥാനങ്ങളിൽ CPM ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആര്, അല്ലെങ്കിൽ കേരളത്തെ നയിക്കുന്നത് ആര്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 2 ടേം ഇളവ് എന്നുള്ള വ്യവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കുകയും അത് കേന്ദ്ര കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ തവണയും ആ കാര്യത്തിലൊക്കെ ഒരു ചർച്ചയുണ്ടാകും. പക്ഷേ അത് സംസ്ഥാന തലത്തിലാണ് ആ ചർച്ചയൊക്കെ ഉണ്ടാകേണ്ടത്. പിന്നീട് അത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് CPMന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ ക്യാപ്റ്റൻ ആര്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു PB അംഗം എന്ന നിലയിലും കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിലൊക്കെ തന്നെ ആ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ്, ഏറ്റവും നിർണായകമായ ചില ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. മറ്റൊന്ന്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രവർത്തനം എങ്ങനെ എന്ന രീതിയിലൊക്കെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതും ഈ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി കൊണ്ട് ഇപ്പോൾ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ ചില നയങ്ങൾ, അതുകൂടാതെ തൊഴിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളിലും